അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവച്ച കേസിൽ വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെ പിടികൂടാനാവാതെ പോലീസ്. തൊപ്പി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. അതേസമയം ഇയാൾ മരിച്ചു, തൊപ്പി മരിച്ചു എന്ന തരത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തയും പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഇയാളിപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് കിട്ടുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇയാൾക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിളൊക്കെ ഉള്ളതാണ്. എങ്ങോട്ട് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒളിച്ചിരിക്കാനുള്ള സംവിധാനമുണ്ട്. ആധുനിക സാങ്കേതിക പരിപാടികളൊക്കെ അറിയാം. ഇതിനിടയിലാണ് ഈ മരിച്ചു എന്നൊക്കെയുള്ള പ്രചാരണം. എന്താണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണ വഴി? രഞ്ജിത്ത്, ഇത്രയും ദിവസമായിട്ടും തൊപ്പിയെ കേരള പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെയാണ് തൊപ്പി എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ തൊപ്പി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയത്. പക്ഷെ അപ്പോഴും തൊപ്പി എവിടെ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. കണ്ണൂർ, മലപ്പുറം കേന്ദ്രീകരിച്ചാണ് തൊപ്പി നിലവിൽ ഉള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് തൊപ്പി ഇതുവരേക്കും പിടികൂടിയിട്ടുമില്ല. അതിനിടയിൽ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലടക്കം തൊപ്പി മരിച്ചു എന്ന തരത്തിലൊരു വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. തൊപ്പിയുടേതാണെന്ന് പറയുന്ന ഒരു AI വീഡിയോ ഒക്കെ വളരെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇത് വ്യാജ വീഡിയോ ആണ്, സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വ്യാജ പ്രചാരണമാണ് തൊപ്പി മരിച്ചതായിട്ടുള്ളത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്നാലും തൊപ്പിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെയാണ് തൊപ്പിയുടെ യൂട്യൂബ് ചാനലടക്കം നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തൊപ്പിക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ആ വകുപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചെങ്കിൽ പോലും ആ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. തൊപ്പിക്കെതിരായിട്ടുള്ള നിലനിൽക്കുന്ന കുറ്റങ്ങളെല്ലാം ഗുരുതരം തന്നെയാണ് എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കുറവാണ്. അതും കൂടി കണക്കാക്കിക്കൊണ്ടായിരിക്കും തൊപ്പി ഒളിവിൽ തുടരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ തൊപ്പിന്റെ സുഹൃത്ത് മമ്മൂനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും മമ്മൂനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി നവമി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.